വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗും കൂടെ തന്നെ ഒരു കുഞ്ഞു റെസിപ്പിയും ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പഞ്ഞി പോലെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കൂടെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് നഴ്സറിയിലോട്ട് പോയിട്ടുള്ള വ്ളോഗും കൂടിയാണ് കേട്ടോ. ആദ്യം നമ്മൾ റെസിപ്പി കാണാം, എന്നിട്ട് വ്ളോഗിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് 2 ഗ്ലാസ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5 ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ചേർത്തെടുത്തിങ്ങനെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ലൂസായി പോരുത് കേട്ടോ. നല്ല കട്ടി തന്നെ കിട്ടണം. കട്ടിലായിട്ട് കിട്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ചെറിയ ജാറാണെങ്കിൽ 2 തവണ ആയിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്കിത് പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാക്കണം, നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടായി വന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നല്ലോണം പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാക്കണം, നമ്മൾ ഒരെണ്ണം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കോരിയെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ചുകൂടി വലുതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കയ്യിലില്ലേ, ഇത് വലിയ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയേ. എങ്ങനെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വലുപ്പത്തിനൊന്നും ഒരു കുഴപ്പമില്ല. വലുപ്പം ഏതായാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം എല്ലാം ഇങ്ങനെ കോരിയെടുത്താൽ എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഇവിടെ ജുബൈൽ തന്നെ ഫനാത്തീർ ഭാഗത്തുള്ള നഴ്സറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളവിടെ പോകുന്നത് കുറച്ച് വിത്തുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പച്ചക്കറീൻ്റെ. പക്ഷേ കിട്ടിയിട്ടില്ല, പക്ഷെ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ 4-5 വർഷമായി നമ്മൾ ഈ ജുബൈലുള്ള ആ ഭാഗത്ത് പോയിട്ട്. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് അവിടെ പോകുന്നത് കേട്ടോ. പച്ചക്കറിയുടെ കുറച്ച് വിത്തുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. എന്താ കയ്യില്? അതെന്താ കയ്യില് ഫാത്തിമാന്റെ? ഹായ്, വെൽക്കം ബാക്ക്. വരി ഹായ് വരി. അപ്പോൾ ഈ ഒരു വഴിയിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഒരുപാട് കണ്ടു കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്ത, ജുബൈൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബോർഡിൽ കാണുന്ന അബുവലി ഐലാൻഡ് ഇല്ലേ, അവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടേക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാവേ. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ സ്ഥലത്തേക്ക്. അപ്പോൾ ഇതാക്കുന്ന ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷോപ്പുകളിൽ കയറാം. അപ്പം പല ടൈപ്പ് ചെടികളുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കഞ്ഞിക്കൂർക്കൽ എന്ന് പറയും. ഇത് വെച്ചിട്ട് നമ്മൾ ഒറിഗാനോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കടകളിൽ കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കാണുന്നത് റെഡ് ചീരയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികളുണ്ട്. അസർമുല്ല, അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ മുല്ലല്ലേ, ആ മുല്ലകൾ, അങ്ങനെ ഒരുപാട് പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് ഇവിടെ.
അപ്പോൾ ജുബൈലോ ദമാമിലോ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ദമാമിലുള്ളവർക്കൊന്നും പിന്നെ ഇവിടെയൊക്കെ വരേണ്ട ആവശ്യമില്ല, അവിടെയൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഇൻഡോർ പ്ലാന്റ്സൊക്കെ അവിടെ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഉള്ളത്, ഒരു റൂമിനുള്ളിലായിട്ടാണുള്ളത്. പിന്നെ ഇപ്പം കാണാൻ പോകുന്നത്, അതായത് ഈ കാണുന്നത് വാഴയാണ് കേട്ടോ. അതായത് ബനാന കിട്ടുന്ന, വാഴപ്പഴം കിട്ടുന്ന വാഴയാണ് കാണുന്നത്. അപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇവിടുന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഒരുപാട് മരങ്ങളും അങ്ങനെ കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കാണാം. അതിന് വേണ്ടിയിട്ട് നേരെ പല റൂം കാണാം. അത് തുറന്നാൽ അവിടെ മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കാണാൻ, അതുപോലെ ഫ്ലവേഴ്സ് ഇല്ലാത്തതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതുമല്ല മുള്ളുള്ള കാരണത്താൽ വാങ്ങിച്ചില്ല കേട്ടോ. ഫാത്തിമ ഈച്ചയൊക്കെ ഉള്ളതല്ലേ, പോയി തൊട്ടാൽ പിന്നെ അത് മതി അവർക്ക്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല. എനിക്കത് വാങ്ങിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഫ്ലവേഴ്സ് ഉള്ളതാണെന്നുണ്ടെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവിടെ സീഡ്സ്, അതായത് വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് തക്കാളിയുടെ തൈയായിരുന്നു, അതില്ല. അതിനിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് വരാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പുറം, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറേ സീഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഫ്ലവേഴ്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ വെജിറ്റബിൾസിൻ്റെതും ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടവർക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഏകദേശം ഒരു 5 മണിയാവാൻ നേരത്ത് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കമ്പനിയിലാണ് പോലും ഈ ഒരു ഇരുമ്പ് ഉരുക്കി പൊടിച്ചതാക്കുന്ന കമ്പനി, അല്ല ഇരുമ്പ് പൊടിച്ചിട്ട് ഒരുക്കുന്ന കമ്പനിയാണ് പോലും ഇത്. സംഭവം ഉള്ളത് ഇവിടുന്ന് കാണില്ല, ജസ്റ്റ് ഈ ബ്ലാക്ക് സംഭവം മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു മല കാണുന്നത്, ഇത് ഒരു മല മാതിരി കാണില്ലേ ഇതിന്റെ അപ്പുറത്തായിട്ട്, അത് ഇരുമ്പ് പൊടിച്ച് വെച്ചതാണ്. ഇതിൽ നല്ലോണം കാണില്ല, എന്നാലും സംഭവം അതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പോയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.